നമസ്കാരം. പുതിയ ടെലിവിഷൻ ബാർക്ക് റേറ്റിംഗ് എത്തിയിട്ടുണ്ട്. ഉണ്ണി ബാലകൃഷ്ണനെ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് രായി പോരാളി ചാടിച്ചുകൊണ്ട് വന്നതിൽ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഏഷ്യാനെറ്റിന് ഒരു മെച്ചവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന ശക്തമായ സൂചനയാവുകയാണ്. തുടർച്ചയായ രണ്ടാമത്തെ ആഴ്ച, അതായത് പോയ വാരം 19ാമത്തെ ആഴ്ചയിലും 20ാമത്തെ ആഴ്ചയിലും റിപ്പോർട്ടർ ചാനൽ ഒന്നാം സ്ഥാനത്ത് കുതിപ്പ് തുടരുകയാണ്. വെറുതെ തുടരുകയല്ല, ഏഷ്യാനെറ്റിനേക്കാളും ബഹുദൂരം മുന്നിലേക്ക് അവർ ജൈത്രയാത്ര നടത്തുകയാണ്. കഴിഞ്ഞ ആഴ്ച അവർക്ക് 105 പോയിന്റുമായിട്ടാണ് ആദ്യമായി ചരിത്രത്തിൽ ഏഷ്യാനെറ്റിന്റെ എല്ലാ കാലത്തും സ്ഥിരമായിട്ടുള്ള പൊസിഷൻ എന്ന അവരുടെ തിട്ടൂരത്തെ മറികടന്നുകൊണ്ട് ഏഷ്യാനെറ്റ് ആ വൻ മരത്തെ കടപുഴകിക്കൊണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് കടന്നു കയറിയത്. തുടർച്ചയായ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് എത്തുമ്പോൾ 105 പോയിന്റിൽ നിന്ന് 108 പോയിന്റാക്കി ഉയർത്തിക്കൊണ്ടാണ് പുതിയ ടാം റേറ്റിംഗിൽ അവർ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. അതായത് റിപ്പോർട്ടർ ചാനലിനെ സംബന്ധിക്കുന്നിടത്തോളം 108.88 പോയിന്റോട് കൂടിയാണ് ഈ പോയ വാരത്തിൽ ഒന്നാം സ്ഥാനം അവർ നിലനിർത്തിയിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ആകട്ടെ 97.26 പോയിന്റോടെ രണ്ടാം സ്ഥാനത്ത് തുടരുകയാണ്. കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ടറിന് 105.69 പോയിന്റാണ് ഉണ്ടായിരുന്നതെങ്കിൽ അതിൽ നിന്ന് അവർ നില മെച്ചപ്പെടുത്തിയപ്പോൾ ഏഷ്യാനെറ്റ് 98.25 പോയിന്റിൽ നിന്ന് ആ പോയിന്റ് താഴേക്ക് പോവുകയായിരുന്നു. 97.26 ആയിട്ട് കുറഞ്ഞു. അതായത് ഉണ്ണി ബാലകൃഷ്ണനെ കൊണ്ടുവന്നപ്പോൾ ഏഷ്യാനെറ്റ് താഴേക്ക് പതിയെ പതിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും പെട്ടെന്നൊന്നും രണ്ടാം സ്ഥാനം നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പാണ്. കാര്യം രണ്ടാം സ്ഥാനം കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും റിപ്പോർട്ടർ ചാനലാണ്. മൂന്നാം സ്ഥാനം കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും 24 ചാനലാണ്. 73.6% പോയിന്റ് ആയിട്ടാണ് 24 ഈ ആഴ്ച മൂന്നാം സ്ഥാനത്ത് എത്തിയെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെക്കാൾ പോയിന്റിൽ ഇടിവ് സംഭവിച്ചിരിക്കുകയാണ്. 76.4. മനോരമയാകട്ടെ കഴിഞ്ഞ ആഴ്ച 38.2 പോയിന്റോടെ നാലാം സ്ഥാനത്തായിരുന്നെങ്കിൽ 38.51 പോയിന്റ്, കുറച്ച് പോയിന്റ് വ്യത്യാസം വരുത്തി നാലാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. അഞ്ചാം സ്ഥാനത്തുള്ള മാതൃഭൂമി 35.57 പോയിന്റോടെ ഈ ആഴ്ച അഞ്ചാം സ്ഥാനത്ത് തുടരുമ്പോൾ കഴിഞ്ഞ ആഴ്ച അവർ 35.95 പോയിന്റ്, നില നേരിയ വ്യത്യാസം വരുത്തി എന്ന് വേണമെങ്കിൽ പറയാം. നിലയല്ല, പോയിന്റിൽ നേരിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ആറാം സ്ഥാനം പുതുതായി തുടങ്ങിയ ന്യൂസ് മലയാളം 24x7 27.99 പോയിന്റോടുകൂടി ആറാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചത്ത് നിന്ന് 26.7 പോയിന്റിൽ നിന്ന് അവർ വലിയ മെച്ചപ്പെടുത്തലുണ്ടായിട്ടുണ്ട്. ഏഴാം സ്ഥാനം ജനൻ ടിവിക്കും, എട്ടാം സ്ഥാനം കൈരളിക്കും, 9ാം സ്ഥാനം ന്യൂസ് 18നും, 10ാം സ്ഥാനം മീഡിയ വണ്ണിനുമാണ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നെങ്കിൽ അതേ നില തന്നെ തുടരുകയാണ്. പോയിന്റിലെല്ലാം നേരിയ വ്യത്യാസം മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ടെലിവിഷൻ കിടമത്സരത്തിൽ റിപ്പോർട്ടർ ചാനൽ പകരം വയ്ക്കാനില്ലാത്ത രീതിയിൽ അവരുടെ കുതിപ്പ് തുടരുകയാണ് എന്നതാണ് ഈ ആഴ്ചയും പുറത്തു വരുന്ന വിവരം. എന്തായാലും ഏഷ്യാനെറ്റിനെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ, കാര്യം മുതലാളിക്ക് തന്നെ മനസ്സിലായി ഏഷ്യാനെറ്റിന്റെ അധികകാലം ഈ ഒന്നാം സ്ഥാനത്ത് എന്ന പഴയ കാലത്തെ പേര് വെച്ച് നിലനിൽക്കാൻ പറ്റില്ല, താഴേക്ക് പോകുമെന്ന് ഉറപ്പായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ താഴേക്ക് വീണതിന് ശേഷം പോയിന്റ് പട്ടികയിൽ തന്നെ അവർ അനുദിനം, അല്ലെങ്കിൽ കാഴ്ചക്കാരുടെ വ്യൂവർഷിപ്പ് തന്നെ അടിക്കടി ഇടിഞ്ഞിടിഞ്ഞു വരുന്ന സാഹചര്യത്തിൽ അധികകാലം നിലനിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുകയാണ്. നിന്ന നിപ്പിൽ വലിയ വീഴ്ചയിലേക്ക് ഏഷ്യാനെറ്റ് എത്തിപ്പെടുമെന്നുള്ള അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് മുതലാളി നടത്തിക്കൊണ്ടിരിക്കുന്ന ചില പരിഹാര ക്രിയകളൊന്നും ഏൽക്കുന്നില്ല. ഒന്നാം സ്ഥാനത്ത് നിന്ന റിപ്പോർട്ടർ ചാനലിലെ മുഖമായിരുന്ന ഉണ്ണി ബാലകൃഷ്ണൻ തന്നെ അതിൽ നിന്ന് ചാടിച്ചു കൊണ്ടുവന്ന് ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരുത്തി വമ്പൻ ശമ്പളം കൊടുത്തിട്ടും ആദ്യത്തെ ആഴ്ച കടന്നു പോകുമ്പോൾ അതുകൊണ്ട് ഒരു എഫക്റ്റും ഉണ്ടാക്കിയിട്ടില്ല. ഏഷ്യാനെറ്റ് നിന്നിടത്ത് നിന്ന് വീണ്ടും താഴേക്ക് പോകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എന്തായാലും ചാനലുകളുടെ വാർത്താ കച്ചവട മത്സരം, ആ വാർത്താ കച്ചവട മത്സരത്തിനിടയിൽ പലതരത്തിലുള്ള മുഖങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയാണ്. ഉണ്ണി ബാലകൃഷ്ണന് പകരം മാതൃഭൂമിയിലെ അഭിലാഷ് മോഹനെ റിപ്പോർട്ടർ റാഞ്ച് ചെയ്തതായിട്ടുള്ള വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അഞ്ചാം സ്ഥാനത്ത് തുടരുന്ന മാതൃഭൂമി വരും ദിവസങ്ങളിൽ കൂടുതൽ ദയനീയമാകാൻ പോകുന്നു എന്നുള്ളൊരു അവസ്ഥ കൂടി ഇതിലൂടെ സംജാതമാകുന്നുണ്ട്. എന്തായാലും റിപ്പോർട്ടർ എന്ന ഈ അടുത്ത കാലത്ത് ആരംഭിച്ച ചാനൽ 2-3 വർഷത്തിനകത്ത് തന്നെ അവർ ടാം റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയെങ്കിൽ, നേരത്തെ റിപ്പോർട്ടർ ചാനലിന് മുന്നിൽ ആരംഭിച്ച 24 ഒരു തവണ ഏഷ്യാനെറ്റിനെ മറികടന്ന് ഒന്നാം സ്ഥാനത്ത് എത്തിയെങ്കിൽ ആ 24നെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിക്കൊണ്ടും ഇപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് അവർ ജൈത്രയാത്ര തുടരുമ്പോൾ വരും കാലങ്ങളിൽ ഏഷ്യാനെറ്റ് ഉറപ്പിച്ചിരുന്ന ഒന്നാം സ്ഥാനം റിപ്പോർട്ടറിന്റെ കുത്തകയായി മാറുന്നോ എന്നുള്ള സംശയങ്ങൾ ഉയരുകയാണ്. മത്സരങ്ങൾ പലകുറി ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇനിയിപ്പോ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു പിടിക്കാൻ പലതരത്തിലുള്ള റാഞ്ചലുകൾക്ക് രായി മുതലാളിയും ഇറങ്ങി പുറപ്പെടും. കാര്യം സംഘപരിവാറുകാരുടെ പ്രതീക്ഷ കേരളത്തിലെ തന്നെ നമ്പർ 1 ചാനലായിട്ടുള്ള ഏഷ്യാനെറ്റിന്റെ മുതലാളി വന്നാൽ ഞങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ
ഒരു ചാനൽ കൂടി ഉണ്ട് എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ മുതലാളിയോട് പറയാനുള്ള ഒറ്റ കാരണമേ ഉള്ളൂ, ഇനി നിങ്ങൾ എന്തൊക്കെ പരിഹാരക്രിയ ചെയ്താലും ഏഷ്യാനെറ്റ് കയറി വരാൻ പോകുന്നില്ല. അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ഒരു ചൂലെടുത്തോണ്ട് വന്ന് ആ ജോണിന്റെ മോൻ എന്നുള്ളൊരു എരണക്കേട് അതിനകത്ത് ഇരിപ്പുണ്ട്, അതിനെ അടിച്ച് പുറത്തിറക്കാക്കി ചിലപ്പോൾ രക്ഷപ്പെട്ടിരിക്കുമെന്നുള്ള ഒരു എളിയ ഉപദേശം മാത്രമേ രായു മുതലാളിക്ക് തരാനുള്ളൂ.